അതിനൊരു അവസരം എപ്പോൾ കിട്ടിയാലും അതിന് ചാടി ഇറങ്ങത്തില്ലേ എന്ന് പറയുന്ന പോലെയാണ് ക്രിക്കറ്റ്. സ്പോർട്സ്മാൻ സ്പിരിറ്റ് എന്നൊക്കെ പറയുന്ന സ്പോർട്സിന് ഒരു പ്രത്യേക ഒരു ബോണ്ടിങ് ഉണ്ട്. അതിൽ ഒന്നിച്ച് കളിക്കുന്ന ആൾക്കാരാണെങ്കിലും അത് തരുന്ന ഒരു ഇമോഷൻസ് ആണെങ്കിലും അതുകൊണ്ടാണ് ഇത്രയും അധികം എൻ്റർടൈൻമെൻറ്റ്സ് ഉണ്ടെങ്കിലും ഒരു ലൈവ് മാച്ച് നടക്കുമ്പോൾ ആൾക്കാർ അത്രയും കുത്തിപ്പിടിച്ചിരിക്കുന്നത്. ആണുങ്ങൾ മുഴുവൻ റിമോട്ടുമായിട്ടിരിക്കും. അന്നത്തെ ദിവസം ഭാര്യമാർക്ക് റിമോട്ട് കൊടുക്കാത്തത് ഇതെന്നൊക്കെ പറഞ്ഞാൽ ചെറുപ്പം മുതലേ ആ കളികൾ, സ്പോർട്സ് ഇവൻറ്റുകൾ അതിലൊക്കെ പങ്കെടുത്ത് അതിലൊക്കെ എപ്പോഴും പാർട്ടായി വന്നതിൻ്റെ ഫൺ. ക്രിക്കറ്റ് എന്നെ സംബന്ധിച്ച് ഭയങ്കര നൊസ്റ്റാൾജിയാണ്, ഭയങ്കര ഇഷ്ടമാണ്. അത് നിവർന്നു നിൽക്കാൻ പറ്റുന്ന കാലത്തോളം ഒരു അവസരം കിട്ടിയാൽ ഞാനൊരു ബോൾ ചെയ്യും, അല്ലെങ്കിൽ ഒരു ബോൾ ഫേസ് ചെയ്യും. നമ്മൾ അന്ന് CCL പോയപ്പോഴും ഞാൻ കണ്ടാണ് ശിവ ചേച്ചിയും കുഞ്ഞുണ്ടായിരുന്നു കൂടെ. അപ്പം ഫാമിലി എപ്പോഴും കൂടെ നടക്കുന്നതാണോ അതോ എപ്പോഴും കൂടെ നടക്കാത്തോണ്ടാണ് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ കൂടെ കാണുന്നത്. പറ്റുന്ന സമയത്തെല്ലാം കൂടെ കൊണ്ടുപോകുന്നത്. നമ്മൾ കൂടുതൽ സമയം വീട്ടിലില്ലല്ലോ. അപ്പൊ ഇങ്ങനത്തെ ഇവന്റ്സ് ഒക്കെ വരുമ്പം എല്ലാവർക്കും കൂടെ ഒന്നിച്ച് കൂടാൻ പറ്റുന്ന ഒരു സമയമാണ്, ഒരു ഗെറ്റ് ടുഗദർ പോലെയും കൂടിയാണ്. അപ്പൊ അങ്ങനത്തെ പരിപാടികളിലൊക്കെ മാക്സിമം ഞാൻ ഇവരെ കൂടെ എങ്ങനെയെങ്കിലും കൊണ്ടുവരാൻ നോക്കും. അവർക്ക് എന്തെങ്കിലും അസൗകര്യം ഉണ്ടെങ്കിൽ വരാതിരിക്കും. ഈ ഒരു കമ്മിങ് ടു റിലേഷൻഷിപ്പ്, വോട്ട് യു തിങ്ക്, നിങ്ങൾ ഇപ്പോൾ ഇത്രയും നാളുകളായി ഒരു റിലേഷൻഷിപ്പ് മുമ്പോട്ട് കൊണ്ടുപോകാൻ വോട്ട് യു തിങ്ക് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്, അല്ലെങ്കിൽ ഭയങ്കര ഫണ്ടമെന്റൽ ആയിട്ട് തോന്നുന്നത് എന്താണ്? ഇപ്പം ഞാൻ നോക്കുകയാണെങ്കിൽ ഒരുപാട് റിലേഷൻസ് ബ്രേക്ക് ആവുന്ന ഒരു ടൈമാണ്. ഒട്ടും ശാശ്വതമല്ല പലരുടെയും കാര്യത്തിൽ, പേഴ്സണൽ പബ്ലിക് എന്തോ ആയിക്കോട്ടെ. അപ്പം പ്രശാന്ത് ഏട്ടൻ എങ്ങനെയാണ് തോന്നുന്നത്? സത്യസന്ധമായി പറഞ്ഞാൽ റിലേഷൻഷിപ്പ് ഇത്രയും മുന്നോട്ട് പോരാൻ കാരണം നാട്ടുകാരെ പേടിച്ചിട്ടാണ്. കാരണം എങ്ങനെ സെപ്പറേറ്റ് ആയാലും ഇവരെല്ലാം എന്തെല്ലാം പറയും, എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കും. അപ്പോൾ ഒരു പ്രശ്നം വരുമ്പോൾ ഒരു അടി വരുമ്പോൾ നമുക്കിപ്പോൾ നാട്ടുകാരെന്ത് പറയും എന്നുള്ളൊരു സാധനത്തിലായിരിക്കാം നമ്മൾ പല കാര്യങ്ങളും പോട്ട് സാരമില്ല ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞു പോകുന്നത്. എന്നാലും ഞങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭീഷണി മുടക്കാറുണ്ട്. എന്നാൽ പിന്നെ ഡൈവേഴ്സ് ചെയ്തേക്കാം, എന്നാൽ പിന്നെ നീ ഡിവോഴ്സ് തന്നേരും, ഇതൊക്കെ പറയാറുണ്ട്. നമ്മൾ